കിട്ടിയോളതും. ഹലോ ഗായ്സ്, വെൽക്കം ടു എപ്പിക് ഗെയിമിംഗ് വേൾഡ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബെഡ് വാറിലാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. വെൽക്കം എപ്പിക് ഗെയിമർ. സൗകര്യമില്ല പാടാ. അപ്പോൾ ഗൈസ് ഇവിടെ ചാടിയാവും. ഞാൻ ചാടുക. ഇവിടെ ഗൈസ് ടെലിപ്പോർട്ടായി ഗൈസ്. എന്നെ പണ്ട് ഇവിടെ എവിടെയും കൊടുത്ത് ചാടാ. അതും നോക്കണ്ട, ചാടി. എടാ അവിടെ ഒരു പോണ്ട് പോലെ സ്ഥലത്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചാട്. ക്രിയേറ്റീവ് ആണോ? ഒറ്റ മിനിറ്റ് ഗൈസ്, നമ്മളിങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവന്മാര് വല്ലതും തരുമോ? നമ്മളൊക്കെ ഒന്ന് നോക്കട്ടെ. അയൺ ജനറേറ്റർ അല്ലടാ, ഇത് എവിടെ വേണോ? എൻചാന്റ് കൊണ്ട് കാണുന്നില്ല. അതിന്റെ അപ്പുറത്ത് നോക്കിയ വായ കണ്ടടാ. നീ ഏത് സൈഡിൽ കളിക്കുമ്പോ കിട്ടുമായിരിക്കും. എനിക്ക് കൊറേ ബ്ലോക്ക് വേണം, കാരണം ലെതർ ആർമർ നാണക്കേട് പറയണില്ല. മറ്റേ പാട്ടിട്, ബാക്കി പറയണില്ല. ചാടിക്കഴിഞ്ഞാ നീ ചാവും. ആര് വരിനി ഗൈസ്? ആരെങ്കിലും ഒക്കെ ഇപ്പൊ വേണമെങ്കിൽ എടുത്ത് ഷോർട്സിൽ ഇട്ടോട്ടെ. എൻ്റെ ഇത് നീ എന്റെ തൊട്ടടിയിലല്ലേ? എനിക്കിട്ടത് ബ്ലൂ. എങ്ങനെ കാര്യങ്ങൾ പുതിയ അറിഞ്ഞൂടാ ബെഡ്. മിനിമം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ അയൺ പ്രൊഡ്യൂസ് ആയി ഉണ്ടാവും. സ്നൂപ്സ് ബെഡ് വാർ കളിച്ച് എന്ത് സംഭവിക്കുന്നത് ഇപ്പൊ കാണാം. പിന്നെ ഞാൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ എടുത്ത് രണ്ട് കുത്തൂത്തിയപ്പോഴല്ലേ ഇത് കണ്ടേ. ആടെ നീ ബ്രിഡ്ജ് ഒന്നും ചെയ്യാൻ നാണക്കേട്. ഈ ബെഡ് വാർ പ്ലേസിന്റെ നാണക്കേടാണല്ലോടാ വായേ. ബെഡ് വാർ പ്ലേസ് കണ്ടിട്ടില്ലേ? ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ടൊക്കെ ഓടും. അയൺ ജനറേറ്ററിലൊക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ എനിക്ക് അയൺ കൊടുത്തതൊക്കെ വാങ്ങാൻ പറ്റുമോ ഇമാതിരി സംഭവങ്ങളൊക്കെ? ഗൈസ് നമുക്ക് ഒരു താജ്മഹലും കെട്ടി വെച്ചാല്. എവിടെ ഗൈസ് അവൻ? നീ അവിടെയാണത്? റെഡ് ആണോ നിന്റെ സ്ഥലം? റെഡ് ആണോന്ന് പറയാ. എനിക്ക് കിട്ടിയത് ഇതല്ലേ? അപ്പം കളർ ബ്ലൂ അല്ല മഞ്ഞ. ഒബ്സീഡിയനൊക്കെ കിട്ടിയ നീ ആലോചിച്ച് നോക്കിയേ. ഇറങ്ങാലും കിട്ടുമോ? ഡയമണ്ട് ആർമർ കൊടുക്കത്ത വിലയാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞില്ല. പോളാ പട്ടി പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു.
എടോ ഇവിടെ എത്രയാണ് 1.5 സ്റ്റാക്ക് സാധനം കിട്ടി. ഓ ഗൈസ് നമുക്ക് ഇവിടെ തന്നെ സാധനം ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല ഗൈസ്. അപ്പൊ ഇപ്പൊ തന്നെ 6 മാർക്ക് വാങ്ങിക്കാം. ടൂൾസ് സാധനം ഇതൊക്കെ നീ അപ്പുറത്തേക്ക് പോടാ. പിക്കാക്സ് നമുക്ക് ഇത് തന്നെ മതി ഗൈസ്. പിന്നെ നമുക്ക് അമ്പ് വാങ്ങിക്കാം, പിന്നെ കുറെ ബോൾ വാങ്ങിക്കാം. നിറച്ചും കുത്തി കേറ്റാം. നമ്മൾ അയൺ ആർമർ ഫുള്ള്. ഇവിടെ ഇത് കൊടുത്ത് എന്തൊക്കെയോ വാങ്ങാൻ പറ്റുന്നൊക്കെ അറിഞ്ഞ കേസ് നമ്മള് സെന്റ് സ്റ്റോൺ ഇപ്പൊ വാങ്ങാൻ പറ്റും നമുക്ക്. പോർക്കിറ്റ് വേണല്ലോ കൈ 5-6 എൻ സ്റ്റോണും വാങ്ങാം. എൻ സ്റ്റോണൊക്കെ എന്തിനാണ്? പക്ഷെ ഒരു യൂട്യൂബറിനെ തോൽപ്പിക്കരുത്. അതിൽ ഞാൻ പ്രോയല്ല. അങ്ങനെയൊന്നും ആൻവിൽ ഇരിക്കുന്നു. ഈ ആൻവിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ആൻവിൽ ഭംഗിക്ക് വെച്ചത് നമുക്ക് എക്സ്പി പോലും ഇല്ല. നമ്മുടെ ചത്ത നമ്മുടെ കൈക്ക് സാധനങ്ങളൊക്കെ അവിടെ എത്തും തോന്നുന്നു. ഐ തിങ്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ശരിക്കും ഇതൊക്കെ തരും എന്റെ സ്റ്റോണൊക്കെ. കിട്ടും കൊറേ കളിക്കുമ്പോൾ കിട്ടുമായിരിക്കും. മഞ്ഞ ബെഡ് എന്റെ ഓപ്പോസിറ്റ് ആയിരിക്കോ അല്ലയോ? മഞ്ഞ ബെഡ് പിന്നെ തന്നെ ഏത് കളറാണ്? പച്ച ഉണ്ട് ഗൈസ്, അവിടെ റെഡ് ഉണ്ട്. ഓക്കെ മനസ്സിലായി. കിട്ടി 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 കിട്ടി. എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുകയാണ് പട്ടി. 20. ഓ നമ്മളിപ്പോ അയൺ ആർമർ ആയില്ല ഗൈസ്. ഓഹ് ഈ അയൺ ആർമറിന്റെ എൻചാൻറ് കണ്ടോ നീ? പട്ടി സാധനം. എന്നെ കൊന്ന ഇവന് സാധനങ്ങളൊക്കെ കിട്ടും. എന്റെ ഇങ്ങനെ അയൺ ഫാം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? ബ്രിഡ്ജിങ്ങിൽ കുറച്ച് പ്രോയാ. എനിക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസ് വേണം. എന്തിനാന്ന് മാത്രം ചോദിക്കല്ലേ. എങ്ങനെയാണ് ഈ ഷീൽഡൊക്കെ എടുക്കുക? ഇവിടെ ഷീൽഡ് ഇതുപോലെ ഐറ്റംസ് ഉണ്ടാവുമോ? നമ്മുടെ ബെഡ് പൊട്ടിക്കാൻ ടൈം കൊടുക്കരുത് ഗൈസ് അവന്. ഗൈസ് നമ്മുടെ ബ്ലൂ ടീം ജയിക്കണം. അപ്പോൾ ഗൈസ് ബ്ലൂ ടീംസ് ആരെങ്കിലും അല്ല ബ്ലൂ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടി ഗൈസ്. നോക്കുക ഗൈസ് ആർക്കൊക്കെ ബ്ലൂ ഇഷ്ടമാണ്. റെഡ് ഇഷ്ടമുള്ളവർ കമൻ്റ് അടി. പ്രൊട്ടക്റ്റ് യുവർ ബെഡ് ഗൈസ്. ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് മരിക്കും. ഇതിൻ്റെ പേര് കാണാൻ പറ്റുമോ? അവിടെ ഇല്ലല്ലേ. നമ്മൾ അയൺ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഷൾക്കറാണോ ഗൈസ് ഇത്? നമ്മൾ അഡ്വഞ്ചറാണ്, നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഐ തിങ്ക് നമുക്ക് അതെങ്ങനെയൊക്കെ എമറാൾഡ് കിട്ടിയേ? ഞാൻ അപ്പുറത്തെ അയലിലേക്ക് പോയിരുന്നു ശരിക്കും സ്പീഡ് ബ്രിഡ്ജിങ് പ്രോ അല്ലേ. ഞാൻ അങ്ങോട്ട് കൊണ്ട് അപ്പുറത്ത് മറ്റേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എമറാൾഡ്. പിന്നെ കുറച്ച് അവിടെ AFK നിന്ന് പറഞ്ഞു കൊടുത്ത ഇതായോ.
എന്ത് കള്ളത്തെ ഓടാൻ ചെയ്യുന്ന പട്ടി ഗൈസ്. ഗൈസ് സ്പീഡ് ബ്രിഡ്ജ് കാണിച്ചു തരുന്ന ഒബ്സീഡിയൻ ആയിരിക്കും അല്ലേ മൊത്തം ചുറ്റിയിരിക്കണേ. നീ ഇങ്ങോട്ട് വാടാ, നിന്നെ ഞാൻ തീർത്തരാടാ. ഷീൽഡൊക്കെ കിട്ടിയല്ലേ, എല്ലാം കിടക്കും. നീ എന്താ വിചാരിച്ചേടാ അപ്ഗ്രേഡ് ഇതാ നീ. പോണേ കൈത്തൊക്കെ പോവോ പിന്നെ ലഡു ഞാനിപ്പോ എന്റെ സ്ഥലത്തെത്തി. വുഡൻ സോഡ് പിന്നെന്താണ് ഗൈസ് മാറ്. എടാ നിനക്ക് ഞാൻ പറഞ്ഞുതരാം, നീ ആദ്യം നിന്റെ അയൺ ഇല്ല അന്ന് അപ്ഗ്രേഡ് ചെയ്ത് നീ അപ്ഗ്രേഡ് ചെയ്യും. എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ? നീ ആദ്യം അയണിന്റെ അങ്ങോട്ട് പോന്നി അയൺ പ്രൊഡ്യൂസിന് എടുക്കാം. എന്നിട്ട് പോയിട്ടെ അപ്പൊ ട്രേഡ് ഒരു ഇത് കാണണ്ട ഒരു ഓപ്ഷൻ അത് തൊടി കാണ്ടായിരുന്നു അല്ലേ ഒറ്റ തവണ വരും. ഇനി കണ്ട അവിടെ 20 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ലെവൽ 2 ആക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് സ്പീഡ് പ്രൊഡ്യൂസ് ചെയ്യും. 20 അതൊക്കെ നമ്മൾ ഇതിൻ്റെ നമ്മൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ അവൻ അത് കഴിഞ്ഞിട്ട് ലെവൽ 3 ആകണം. അപ്പൊ നമുക്ക് നേരെ അതങ്ങോട്ട് പോയി ലെവൽ 3 ആക്കിയപ്പോലെ. പക്ഷേ 2 ആക്കിയാലേ പിന്നെ പറ്റില്ല. അപ്പൊ നീ കൂടി ഞാൻ എമറാൾഡ് എടുക്കാൻ പറഞ്ഞു നോട്ടെ. ഫസ്റ്റ് നീ ആ ബ്രിഡ്ജിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അയണൊക്കെ നോക്കി ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ട് ഇടാൻ പോയി. ഇടോ നല്ല സെറ്റ് ആവാണല്ലോ. എന്തൊരു എന്റെ ഞാൻ ലെവൽ 3 ആക്കിട്ടാ നീ ആന്ന് നോക്കണം. അപ്ഗ്രേഡ് ചെയ്തല്ലോ. സ്പീഡായി കൊടുക്കുന്നുണ്ട് ഇത് പ്രൊഡക്ഷൻ. അപ്പൊ ഡയമണ്ട് അവിടെ ഡയമണ്ട് അല്ല പൊട്ടാ വരിക, അയൺ തന്നെ സ്പീഡ് കൂടി. വൃത്തികെട്ട കച്ചവടമായി പോയി. എടാ ആദ്യം അതാക്കിയാലേ നിനക്ക് പിന്നെ മറ്റേതൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബ്ലോക്കുകളൊക്കെ പെട്ടെന്ന് നടന്നു എങ്കിലും എനിക്ക് ബ്രിഡ്ജിൽ വരാൻ പറ്റുള്ളൂ. നീ ബ്രിഡ്ജിൽ വാങ്ങിങ്ങോട്ട് ഞാൻ വെയിറ്റ് ചെയ്യാ. നീ ഇങ്ങോട്ട് വേണം നക്കി നക്കി. അത് വലിയ അവിടെ ഇത് ഭയങ്കര സ്ലോ ആണല്ലോ. പോയി നമുക്ക് രണ്ടേ കോമൺ ആയിട്ടുള്ള ഈ സ്ഥലം. നമ്മൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇതാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ പ്രോ ആയിരിക്കും. ഇതെന്തൊരു സ്ലോ ആണ് കഴിക്കുന്നത്. ഒരു കാര്യം നോക്കലടാ പട്ടി. ഇതെന്താ കാണിക്കുന്നു? പിന്നെ അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് തട്ടിയതാ ഇതാണ്. അത് വേണ്ട പാവോ. ഞാനത് അറിയില്ല. ഞാൻ പണ്ട് സ്നൈപ്പിങ്ങില് പിന്നെ തനിക്ക് ഉന്നില്ലാത്തത് എന്റെ ഭാഗ്യം. ചത്താ പോട്ടാ. ഒയ്യോ ഫുഡ് എടുത്തില്ല, മറന്നു ഗൈസ്. ആർമറും ഇല്ല, മൂഞ്ചി എന്നൊക്കെ പറഞ്ഞ മൂഞ്ചി. നീ നിന്റെ സ്ഥലത്തേക്ക് പോടാം നക്കി വാലേ. ഓക്കെ ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള സ്ഥലം, ഇവിടെ അടി ഉണ്ടാക്കാനുള്ളതല്ല അല്ലേ. ഞാൻ എടുത്തിട്ട് പോവാടെ. അവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലമല്ലേടാ അത്. തീർത്താലും അങ്ങട് എന്താണ് എക്സ്പെൻസീവ്?
ഗൈസ്. സ്പീഡ് ബ്രേക്കിംഗ് പ്രോ. ആ ചത്ത്. ഗൈസ് വിചാരിച്ചാലും പ്രത്യേകിച്ചൊന്നുമില്ല. അത്ര കായുണ്ടെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടാക്കും. ഗൈസ് ഞാൻ ഇപ്പൊ വീണ്ടും ചത്തേനെ. ഓ മോളില് ഗോൾഡ്. എന്റെ അമ്മച്ചി എനിക്ക് വയ്യ. ഇനി കുറച്ചേരം അവൻ പറ്റാൻ വേണ്ടിയാണ് ഞാൻ. കാരണം നമ്മള് പറയുമ്പോ രണ്ടുപേർക്ക് ചെയ്യാൻ എന്റെ സാധനങ്ങളൊക്കെ എടുക്കില്ലാന്ന് തോന്നുന്നു. ഇതെന്താണ് ഈ സാരി കുറച്ച് സംഭവം മാത്രം വാങ്ങിക്കാൻ നല്ലതൊന്നും ഇല്ലേ തന്റെ രീതി? എന്തുവാണ് ഈ പ്രൊഡ്യൂസർ ഇത്ര സ്ലോ? അമ്മേ ഒട്ടും ഇത് കിട്ടില്ല. എന്ത് ഞാൻ ഇവിടെ ഈ ഒബ്സിഡിയൻ നല്ല ഇതാ എക്സ്പെൻസീവാ. എത്ര വേണം? മറ്റേ 8 കൊടുത്താൽ ഒരെണ്ണം അങ്ങോട്ട് കിട്ടുന്നു. അവിടെയാണ് ഈ പ്രൊഡ്യൂസിങ് കണ്ടാലും മതി. എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് നീങ്ങിയിരിക്കാനാണോ എനിക്ക് തോന്നി. നമ്മള് തൊട്ടടുത്തായിരുന്നു അത്ര ചെയ്യുന്നത്. നമ്മുടെ അല്ല നിന്റെയിൽ എന്റെയിലൊക്കെ കാശുണ്ട്. കുറച്ച് അയം വേണോ? തരാം ബാ. എന്റെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് തരാം. നമുക്ക് വേറെ ഐലൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ഇതിനേക്കാൾ കൂടുതൽ കാണിക്കില്ല. ഇല്ലടാ എവിടെ നമുക്ക് റെഡ് ടീമിന്റെ ബെഡ് പൊട്ടിച്ചാലോ? ഞാൻ പോവാട്ടോ റെഡ് ടീമിന്റെ ബെഡ് പൊട്ടിക്കേ. ഈ ബ്രിഡ്ജിങ് അറിയാം. ഈ ബ്രിഡ്ജിങ് സിമ്പിളാ. അതിങ്ങനെ ഒടുക്കത്തെ സിമ്പിളാണ്. നമ്മൾ അടി സ്റ്റാർട്ട് ചെയ്യൂ. കാലത്തെന്നാലും പോട്ടെ പൂളല്ലേ പിന്നെ അടി. എനിക്ക് തയ്യാൻ വരുന്നുണ്ട്. അമ്മേ അന്ന അക്കി മാങ്ങോക്കെ മൊഞ്ചി കൈ മൊഞ്ചിയാ ബിംബിമ്പു പക്കിടവേ. എന്തെടുക്കാൻ പറ്റാത്ത കൈസ് നമുക്ക് പട്ടികളെല്ലാം എടുത്തിട്ട് തെരഞ്ഞ പട്ടി കൊല്ലി ഞാൻ തിണ്ടി പൊട്ടിച്ച് കാണും കൈസ്. അവൻ പൊട്ടിച്ചില്ലേ? സെന്റർ പോളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ എത്തി. ഞാൻ ഫ്രിഡ്ജിങ്ങിൽ പ്രോ അല്ലടാ തക്കിവാല്. സാധനം അടിച്ച് താഴത്തിട്ടാ തീർന്ന്. താഴത്തിട്ടല്ലേ? അല്ല ഇത് ഞാൻ തനിയെ ചാടിപ്പോയതാണ്. ചേട്ടനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ഈ പോടാ നിങ്ങൾക്ക് കോപ്പുവരുന്നീ. You look like shit. Bloody fool. You are looking like a bad. ഇവന്റെ ഈ സാമൂഹികർക്ക് പോയി bad bro. സ്ഥലം വൃത്തിയായത് പേട്ട. നമുക്ക് നോട്ട്സ് കഴിക്കാം. നോക്കടാ. നമുക്ക് പിന്നെ അതൊന്നുമില്ല. നമ്മള് പാവപ്പെട്ടവനാ. പിന്നെ നമുക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ പോയി തോന്നുന്നല്ലേ. അപ്പൊ നീ ജയിച്ചില്ലേ? പോടാ അങ്ങനെയൊന്നുമില്ല. മാറി ചാടാ. അയ്യോടെ വരാൻ പറ്റും നിനക്ക്. അടിക്ക് വാ. എടാ
ഇല്ലടാ ഞാൻ ഫസ്റ്റ് ഔട്ട് കളിക്കണം നീ. എന്നാ വാ കളി. എടാ എനിക്ക് ആടാ എടാ ഇനി ഇവൻ ചെയ്യട്ടെ guys. പോടാ അങ്ങനെയൊന്നുമില്ല. വാ നമ്മൾ പോയിട്ടുണ്ട് ശരിക്കും. എവിടെ സ്കോർ അടിക്കണം ഇനി. കിട്ടിയാലോ നീ രാവിലെ ആക്കിയിരുന്നോ? എനിക്കൊന്നും കാണാനില്ല കൈസ്. എന്തോന്നത് സെറ്റ് ബ്ലാക്ക് സാധനം. ആ ഹായ് എന്തുകൂടെ തൊട്ടേ കീറ അതിൻ്റെ ഉള്ളിൽ. ഇനി 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, കളി സ്റ്റാർട്ടാവും. നമ്മൾ പെട്ടെന്ന് ടൈമില്ല. ഇവന് മനസ്സിലായി അങ്ങോട്ട് പോണോ. പ്രൊഡ്യൂസ് ഞാൻ എൻ്റെ പെട്ടി പിടിച്ചാണ്ടാവും പട്ടികളിലെ. അങ്ങനെ പറ്റൂ. ഞാൻ കൊറേ ഇതൊക്കെ ആക്കിട്ട് വരാം. നമ്മളിപ്പോ എവിടെ ഇല്ല അതുകൊണ്ടേ നാളെ എപ്പോഴേ പോയി അവിടുന്ന് ഗായ്സ്. ഞാൻ മറ്റേ പക്ഷെ ഇപ്പൊ തന്നെ കളി അങ്ങ് തീർക്കാൻ പറ്റുമോ നോക്കിയത്. അതിനകത്ത് മുമ്പത്തെ കാര്യം പറഞ്ഞു. ഫുഡൊന്നുമില്ല. എൻചാൻറ്റഡ് ആപ്പിളാണോ കിട്ടാൻ വേണ്ടിന്ന്. എത്രയാന്ന് പറയാം. കളി തീർത്താലെങ്കിലും വേറെ പോയി അടിച്ചാലോ. ആ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ, 5-6 ലെഗിൻസ്, 5-6 വാള് ഗിഫ്റ്റ് തരണോ. അടിച്ചിടും അത് ഞാൻ തെറിച്ചു പോയി. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇപ്പോഴാണ് ചത്തേ. കളി തീർക്കാക്കി പ്രതികാരം. മറ്റേ നിന്റെ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യിട്ടില്ലേ? എനിക്കത് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെയാ അല്ലാണ്ട് പിന്നെ എങ്ങനെ നീയോ ഓട്ടത്തവണടുത്ത് കുറെ കിട്ടിയില്ലേ. ഞാൻ പോവാ ഇതുകൊണ്ട് ചത്തൊക്കെ പോയി. ഇതിലൊരു സാധനവും സെറ്റായില്ല. നമ്മുടെ ബെഡ് വരെ എക്സ്ബോക്സ് ചെയ്ത നെലിയിലാണ് കിടക്കണേ. ഇപ്പം ആയണെടുത്ത് എൻ്റെ ഇൻവെർട്ടർ മൊത്തം എന്നറിയും. മൊത്തം എന്നറിയില്ല, 5-6 സ്റ്റാക്ക് ഉണ്ടാവും കൈസി ആയൺ. കേറായണേ അപ്ഗ്രേഡ് ചെയ്താലോ കൈസ്. വേണ്ട എൻ്റെ കൂടെ എടുത്തോളാം. എനിക്കത് തുറക്കാൻ പറ്റാത്ത ലാഗാണോ? പോകുന്നു ഡൗട്ട്. ഗൈസ് നമ്മൾ ഏതാണ്ടൊക്കെ ഫുള്ള് പ്രിപ്പയറായി. ഞാൻ പ്രിപ്പയറായി. ഞാൻ വന്നൊന്നും ഇല്ലല്ലോ ഗൈസ് ഇവിടെ. ചെക്ക സ്ക്രൗച്ച് ചെയ്തെങ്ങാനും വന്ന് മൂഞ്ചും.
ഞാൻ ചെക്കൻ ചിലപ്പോൾ എന്നെ പോലത്തെ സ്വഭാവമാണെങ്കിലോ. ശരിയാ. ഞാൻ എങ്ങനെയാണ് ഗൈസ്? ഒഷു ഞാൻ ഞങ്ങൾ മുറിക്കണം ഇങ്ങനെ കയറാം ഗൈസ്. കണ്ട ഗൈസ് സെറ്റ്. നിങ്ങൾ ഏതെങ്കിലും ബെഡ് വാർ പ്ലെയേഴ്സിൻ്റെ ഇങ്ങനത്തെ കട്ടിട്ട. ഇത് വേണമെന്നല്ലോ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ സെറ്റ് ആയിരുന്നു. അത് തന്നെ എല്ലാ ബോസിനെയും കൊല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ കിട്ടും. എന്തിൻ്റെങ്കിലും ലക്കുള്ളവർക്ക് എമറാൾഡ് ആയിരിക്കും, ലക്കില്ലാത്തവർക്ക് ഇതായിരിക്കും കോള്. നല്ല കേട്ടാ. അവിടെ ഇൻവെർട്ടർ തുറന്നു വരാൻ എത്ര ടൈമാണ് എല്ലാ ബോസിനെയും കൊല്ലുമ്പോൾ. ഞാൻ മൊത്തം സെറ്റായി. I also full prepared. ചിലപ്പോൾ എൻ്റെ അടിയിൽ ഞാൻ തെറിച്ചു പോകാനുള്ള സാധ്യത 99.9999999. നീ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്തേക്ക് ഇപ്രാവശ്യം. അല്ല ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവമൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ നോക്കി എത്ര എമ്മറാടെ കിടക്കണമെന്ന് ഇപ്പം ആർക്കും വേണ്ട. റെഡി ആയപ്പോൾ ആർക്കും വേണ്ട. അങ്ങനെടാ നിന്റെ ഓട്ടോ ക്ലിക്കർ വല്ലതുണ്ടാ? അങ്ങനെ 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 എങ്ങനെയാ? ഞാൻ ബെഡ് പഠിക്കുവേ വേണ്ട വേണ്ട കണ്ടത്ര താമട്ടി വിടായിപ്പാ. വേണ്ട വേണ്ട. എവിടെ എവിടെ എവിടാ എവിടെ 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 കാള ആദ്യമായിട്ട് കളിക്കാൻ പിള്ളേരാണ്. എന്തുവാടാ പട്ടി? നിനക്ക് എൻ്റെ അടുക്ക് വരാട്ടാ. വാടാ പട്ടി നീ വാടാ. അയ്യോ സ്കൗച്ച് ചെയ്ത് വെച്ചിക്കാണ് ഗൈസ്. വാ 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 വാ. അവൻ ഇത്ര ഷോയ ശരിയായി കൊടുക്കാം. പിന്നെ കുറച്ച് തട്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എമ്മറാളുടെ കൂടെ വെറും പാകമായി പോകുന്നത്. നീ എമ്മറാളുടെ എടുക്കാണ്ട് ഇങ്ങോട്ട് അതെ വായ. എൻ്റെ സാധനം കണ്ടത് ഞട്ടും. എൻ്റെ ബെഡ് നോക്കിയേ. എപ്പോഴെങ്കിലും ഒക്കെ പൊട്ടി. ഓ എൻ്റെ അതുപോലും ഇല്ല. Would that sword have the power of? അവനെ തട്ടിയിട്ട് അയ്യോ എല്ലാം പോയി. ഇനി എല്ലാം ഒന്നേം തുടങ്ങണം. സീനില്ല. അവരൊരു വുഡൻ ഇത് തരും നമുക്ക്, അതുകൊണ്ട് അടിയടാ. I just wanted to do that. അമ്മേ ഇപ്പൊ ചത്തേനെ കേസ് ബ്ലോക്ക് എടുക്കാൻ കുറച്ച്. ഓ വാങ്ങടാ. എടാ എന്തുവാടാ താൻ ഇത്ര സ്ലോ? 10 ദിവസം ഞാക്ക് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റിയേക്കുള്ളൂ. ബെഡ് വാറിൽ മാത്രം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നോക്കി ഗൈസ് എത്ര ഡയമണ്ടാ വേസ്റ്റ് ആവണേന്ന്. അതെങ്ങനെയായിരുന്നു ഗൈസ്? അവൻ എന്നെ തട്ടിയിട്ട് അവനെങ്ങനെയായിരുന്നു തട്ടിയിട്ട് ഗ്ലിച്ച് അടിച്ചല്ലേ? വെറുതെ അല്ല. നീ ചത്തി. എവിടെയാ? ഓ എടാ എടാ ഇതെങ്ങനെയാ നീ കൊന്നെന്നെ? ജനറേറ്റ് ആവണില്ല വേൾഡ്. ജനറേറ്റ് വേൾഡ് നല്ല പുള്ളിക്കടി വലിച്ചിരി മൂഞ്ചില്ലോ. മൂഞ്ചി 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 മൂഞ്ചി. അതിന്റെ ബെഡ് പോയില്ലേ? ഇല്ലടാ എടാ നീ പൊട്ടിച്ചു. പക്ഷെ അതിനേക്കാൾ മുമ്പാണ് ഞാൻ അടിച്ചത്. പോടാ ഞാൻ നോക്കട്ടെ. സത്യം പറയടാ. അതേടാ അല്ലാണ്ട് ഞാനിപ്പോ 4 എമറാൾഡ് വേണോടാ. എന്തിനും വേണ്ട.
ഇന്നാണ് തീർക്കാം ഗൈസ്. എടാ നീ ആരായിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്? ആവോ ലാഗാണ് കൈ സാധനം. അവൻ നല്ല ഗ്ലിച്ച് ഉണ്ട്. അപ്പൊ ഇവിടെ അവൻ എന്റെ അടുത്തോട് ഞാൻ അടിച്ചത് കൊല്ലും കഴിയും. പക്ഷെ അവനെ കൊന്നു കഴിഞ്ഞിട്ടാണ് അവൻ അറിയുന്നത്. ഇത് തന്നെ നീ അതിന് മൂട് പൊട്ടിച്ചല്ലേ കൊച്ചു കള. എപ്പോ എന്നാലും എന്റെ ഡയമണ്ട് കൊണ്ട് കളഞ്ഞില്ലേ നീ എന്റെ ഇത് കൊണ്ട് കളഞ്ഞില്ലേ പട്ടി. പിന്നെ എന്നെയാണ് പട്ടി നോക്കി പട്ടി പട്ടി ഇവിടെ വേണ്ടി താൻ പണ്ടോടെ എനിക്ക് തന്നെ അറിയാം. പറഞ്ഞിട്ടൊക്കെ വരണേ. ഈ വില്ലേജറിനെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാലേ കൈ. Guys, the moment of fuck. The moment of truth. ഗൈസ് എനിക്ക് ഡാമേജ് അടിച്ചിട്ട് കുറച്ച് നേരെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് എന്നെ. ഗൈസ് എനിക്ക് പേടി അവൻ ഇങ്ങനെ അടുത്തേക്കൊന്ന് ബോൾ പൊട്ടിക്കുമെന്നാണ്. ഈ സമയം കുറച്ച് അയൺ ഉണ്ടാവും. ഇനി കുറച്ച് അയൺ നമുക്ക് കുറച്ച് വേണം. ഗൈസ് അയൺ എന്തിനാണെന്നറിയോ ഗൈസ് നിങ്ങൾക്ക്? പ്രത്യേകിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെ കുറിച്ച് നമുക്ക് അയൺ വേണം ഗൈസ്. നമുക്കൊരു ഇതുണ്ടാക്കാം. ഇതുകൊണ്ട് സ്പീഡിൽ പൊട്ടിക്കാൻ പറ്റില്ലേ ഗൈസ്? ഗൈസ് നമുക്കാകെ ബെഡിൻ്റെ സാധനം മാത്രമേ പൊട്ടിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. വേറെ ഇവിടുത്തെ പൊട്ടിക്കാൻ പറ്റില്ല. ഗൈസ് നമ്മൾ ഇതേപോലത്തെ കിടില മോഡുകൾ വേണമെങ്കിൽ നിങ്ങൾ പറ വീണ്ടും. ഹൗ നിന്നെ അവിടെ കൊന്നില്ലേ കുറച്ച് മുമ്പ്? അതിനകത്ത് കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയപ്പോ തന്നെ എനിക്കൊരു 15 കിട്ടി. ഓ ഒട്ടും ഗ്ലിച്ച് ആണോ? എനിക്ക് നല്ല ഗ്ലിച്ച് ഉണ്ടോ? അതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രോയാണ് ഗൈസ്. ഞാൻ നോക്കി, ഞാൻ നിന്റെ ബെഡ് പൊട്ടിച്ചതാണ് ശരിക്കും. ഇനി അവന്റെ അവിടേക്ക് വരാം ഗൈസ്. ഞാൻ അവന്റെ അവിടേക്ക് വരാം. എന്തിനാടാ? ഓഹോ എന്നിട്ട് ഓടാ ചത്ര ചത്ത് 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 ഞാൻ ചത്ത്. ഒറ്റ മിനിറ്റ്, ഞാൻ ചാവണില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം അവിടെ. നോക്കിയ കൈ എനിക്ക് ഓടാൻ പറ്റുന്നു പോയിടിക്കൂടെ. ചത്ത് ഒറ്റ മിനിറ്റ്. എൻ്റെ അവിടേക്ക് എത്തണതിന് മുമ്പ് ഒറ്റ മിനിറ്റ്. ഞാൻ റെഡി ആവട്ടെ. എൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഷാട്ടിക്കാടി വാലിച്ചിരി. ഞാൻ അവന്റെ അവിടേക്ക് വരികയാണ്. എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല എൻ്റെ അവിടുത്തെ വോളുഷ്യ മൂഞ്ചല് സ്വാമി. അത് ഞാൻ ഇത് പോയതാടാ. അവനെ പൊട്ടിക്കാൻ നല്ല പാടാണല്ലോ. ഓഹോ എന്നാ പൊട്ടിച്ചിട്ട് തന്നെ കണ്ടില്ല. എന്ത് വാണോ? സാധനം പിക്കാക്സ് പൊട്ടി. അല്ല പൊട്ടി ചത്ത്. സാധനങ്ങളൊക്കെ കിട്ടി. സെറ്റി നല്ല സാധനങ്ങളായിരുന്നല്ലോ. എവിടുന്ന് വാങ്ങിയതാ ഇത്? നീ ഇവിടെ തേണ്ടി നീ വിടരുത് ഗൈസ്. ഇല്ല, അത് പോയി. നീ ചത്തില്ലേ പട്ടികൾ? ഞാൻ
ഞാൻ പോയിട്ട് ചാടിയ ഗൈസ്. അങ്ങനെ അവന് ഡയമണ്ട് ആർമർ കിട്ടുകയാണെങ്കിൽ പട്ടി ഗൈസ്. അവന് അങ്ങനെ കിട്ടണ്ട. അതൊന്നും തോന്നുന്നു അങ്ങനെ ഡോക്കല്ലേ. നിന്റെ എന്തുവാടാ ഇത് കയ്യില് നിന്റെ ചെസ്റ്റില്? ഇതൊന്നല്ല എന്റെ കയ്യിൽ നോക്കി. നമ്മുടെ തെക്കം ബ്രോ ആണേ. വെറുതെ ഇതൊക്കെ സ്പീഡിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ. ഇതൊക്കെ ഞാനും നമ്മുടെ പിള്ളേരും സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്താണ് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതാവണം? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അത് തന്നെ ബ്രോ ചൊറ് പിടിക്കണ കൈസ്. കൊമ്മറ കൈസ് പട്ടിയെ ഗൈസ്. അവൻ്റെ ആരുടെ ബൂട്ട്സ് കിട്ടി എന്തായാലും ഇപ്പം എന്താ ഗൈസ്. ഇവിടെയൊക്കെ ഒരു ചെസ്റ്റ് പ്ലേറ്റും കിട്ടി, അയണ്ട് ഇതും കിട്ടി. സീനില്ല. ഓസിന് കിട്ടിയ നമ്മൾ ആസിഡും എടുത്ത് മോന്തും. നോക്കിയാണ്ട ഒരു ഡബിൾ ചെസ്റ്റ് മൊത്തം നടന്നു. ബാക്കി ഫുഡ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചോണ്ട് നൈസായിട്ട് ഈ ചെസ്റ്റിനകത്ത് ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വേണം കുറച്ച് എന്താ. ഓ ഗൈസ് നമുക്ക് പോ വാങ്ങിക്കാനുണ്ട്. പോ 5 സാധനം വേണം. ഇതപ്പോ അടിക്കല ചാവും. അയ്യോ ഇതിപ്പോ ആർക്കാണ്? നീ ബെഡ് ഓടിച്ചാ? ആ എടാ പട്ടിക ബെഡ് ഓടിച്ചാ? റോക്കറ്റ് പൊട്ടിച്ചത്ര. റോക്കറ്റാ? അല്ല, അവന്മാരെ കുറിച്ച് റോക്കറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി ഞാൻ ചത്ത്. പ്ലീസ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ബൈ.